മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് കത്രിക ചിഹ്നം. ഓട്ടോറിക്ഷ, കത്രിക, കപ്പ് ആൻഡ് സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. കഴിഞ്ഞ 2 തവണയും അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത്. മണ്ഡലത്തിലാകെ 14 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിലും PV അൻവറിന്റെ അപരനടക്കം 4 പേർ പിൻവലിച്ചതോടെ നിലവിൽ 10 പേരാണ് മത്സരരംഗത്തുള്ളത്. പ്രധാനമായും 5 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ കളം നിറയ്ക്കുന്നത്. ഇതിൽ 3 പേർ വിജയപ്രതീക്ഷയിൽ പര്യടനം നടത്തുമ്പോൾ 2 പേരുടെ ലക്ഷ്യം കരുത്ത് തെളിയിക്കലാണ്. UDF-നായി ആര്യടൻ ഷൌക്കത്താണ് ആദ്യം മണ്ഡലത്തിൽ കളം പിടിച്ചത്. പിന്നാലെ LDF സ്ഥാനാർത്ഥി M സ്വരാജും സജീവമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രി എത്തി പ്രചാരണ ചുമതല ഏറ്റെടുത്തു. വിവാദങ്ങൾക്കുശേഷം തൃണമൂലിനായി PV അൻവറും പടക്കളത്തിലിറങ്ങി. 3 സ്ഥാനാർത്ഥികളും മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും SDPI സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയും മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനാണ് മത്സരിക്കുന്നത്. അതേസമയം SDPI സ്ഥാനാർത്ഥിയുടെ സഹോദരൻ നടുത്തൊടി സലീം PV അൻവറിനെതിരെ 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ നിയമപോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. ക്രഷർ തട്ടിപ്പ് കേസിൽ PV അൻവർ തന്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന സലീമിന്റെ പരാതി കോടതിയുടെ പരിഗണനയിലാണ്. നേരത്തെ PV അൻവറിന് SDPIയുടെ പിന്തുണ ലഭിക്കുമെന്ന രീതിയിൽ പ്രചാരണം നടന്നിരുന്നുവെങ്കിലും കേസിന്റെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് അൻവറിനൊപ്പമുള്ളവരുടെ വിലയിരുത്തൽ. ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം പ്രതിപക്ഷ നേതാവ് VD സതീശനും M സ്വരാജിന്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിമാന പ്രശ്നമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഇടതുമുന്നണി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും UDF-ൽ ഇടം കിട്ടാത്തതിനാൽ പ്രതിപക്ഷ നേതാവിനെതിരെയും തിരിഞ്ഞ PV അൻവറാണ് പോരാട്ടത്തിന് തിരികൊളുത്തിയത്. 2016-ൽ ഇടത് സ്വതന്ത്രനായിരുന്ന അൻവറിനോട് കന്നി അംഗത്തിൽ പരാജയപ്പെട്ട ഷൌക്കത്തിന് ഇടതുമുന്നണിയോടും അൻവറിനോടും കണക്ക് ചോദിക്കണം. 3.5 പതിറ്റാണ്ട് പിതാവ് ആര്യാടൻ മുഹമ്മദ് കൈവെള്ളയിലാക്കിയിരുന്ന മണ്ഡലമാണ് അൻവർ തട്ടിയെടുത്തത്. മുസ്ലിം ലീഗുമായി ഷൌക്കത്തിന് അന്ന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല. അൻവർ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സ്വരാജാണെന്ന് CPM വിലയിരുത്തുന്നു. രണ്ടും കൽപ്പിച്ചാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത്. UDF-ൽ നിന്നും LDF-ൽ നിന്നും വോട്ട് ചോർത്താമെന്നാണ് പ്രതീക്ഷ. ഇരുമുന്നണികളിൽ നിന്നും തിക്താനുഭവമുണ്ടായെന്ന തരത്തിൽ സഹതാപ വോട്ട് നേടാനുള്ള തന്ത്രവും പയറ്റുന്നുണ്ട്. അൻവറിനെ UDF-നൊപ്പം നിർത്താൻ ലീഗ് പരമാവധി ശ്രമിച്ചിട്ടും കോൺഗ്രസ് വഴങ്ങിയില്ലെന്ന പരിഭവം അവർക്കുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മോഹൻ ജോർജിന് പാർട്ടി അംഗത്വം കൊടുത്ത് മിന്നൽ സ്ഥാനാർത്ഥിയാക്കി BJPയും മത്സരത്തിന് ആവേശം പകരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്നലെ ഉച്ചയോടെയാണ് മോഹൻ ജോർജ് BJP അംഗത്വമെടുത്തത്. ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ.